हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभंगं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. നമുക്ക് 38, 39 ശ്ലോകം ചെല്ലാം. 37 കഴിഞ്ഞു, 38, 39. പത്മനാഭോ അരവിന്ദാക്ഷ പത്മഗർഭശരീരഭൃത് മഹാർജിഹൃദ്ധോ വൃദ്ധാത്മാ മഹാക്ഷോ ഗരുഡധ്വജ അതുല ശരഭോ ഭീമ സമയജ്ഞോ ഹവിർഹരി സർവലക്ഷണലക്ഷണ്യോ ലക്ഷ്മീവാൻ സമിതഞ്ജയ. ഇന്നത്തെ നാമം നമ്മൾ 350 നാമം. മഹർധി ആണ് നാമത്തിൻ്റെ പേര്. മഹർധി. മഹർധി എന്ന് വെച്ചാൽ മഹത്തായ ഐശ്വര്യമുള്ളവൻ, അഭിവൃദ്ധി എന്നൊക്കെ പറയില്ലേ, ആ വൃദ്ധിയിലത്തെ മഹാവൃദ്ധി മഹർധി എന്നാണ്. മഹത്തായ ഐശ്വര്യമുള്ളവൻ. ഷഡ്ഗുണങ്ങളിലെ ആദ്യത്തേതായ ഐശ്വര്യം സമൃദ്ധിയായിട്ടുള്ളവനാണ് വാസുദേവ കൃഷ്ണൻ, അല്ലേ? ഐശ്വര്യത്തിന് എന്താ കുറവ് അദ്ദേഹത്തിന്? ഭഗവാൻ എന്നാൽ ഭഗ ഉള്ളവൻ എന്നാണല്ലോ അർത്ഥം. നമ്മൾ കണ്ടിട്ടില്ലേ, ബലവാൻ, ബലമുള്ളവൻ എന്ന് പറയുന്ന പോലെ ബലവാൻ, ഭഗവാൻ, ഭഗ ഉള്ളവൻ. 6 ഗുണങ്ങൾ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഭഗ, ഒരു ഫോർമേഷനാണ് ഭഗ. 6 പോസിറ്റീവ് ക്വാളിറ്റീസ് ചേർന്നിട്ടുള്ളതാണ് ഭഗ എന്ന് പറയുന്നത്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്ശ്രിയ ജ്ഞാനവൈരാഗ്യയോഷണ്ണ ഭഗശബ്ദമുദിച്ചാതെ. ഭഗ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം ഈ 6 കോമ്പിനേഷനാണ്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഇതിൽ ആദ്യത്തെ ഇതെല്ലാം ഉള്ളവനാണ് ഭഗ. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉള്ളവൻ അർത്ഥം. ആദ്യത്തെ ഐശ്വര്യമാണ്. അതാണ് ഇവിടെ മഹർധി എന്ന് പറയാൻ കാരണം. മഹത്തായിട്ടുള്ള ഐശ്വര്യമുള്ളവൻ, ധാരാളം ഐശ്വര്യമുള്ളവൻ. ഭഗവാന്റെ വിഭൂതികൾക്ക് എവിടെ അവസാനം? നമ്മൾ ഭഗവാന്റെ ഐശ്വര്യം കണക്കാക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് കണക്കാക്കുക? നമ്മൾ എണ്ണാൻ പറ്റുമോ? നാവുകൊണ്ടോ? ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുമോ? കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഭഗവാന്റെ വിഭൂതികൾ പറയാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയാണ് അവസാനം? എവിടുന്ന തുടങ്ങുക? ഭഗവാൻ തന്നെ അർജുനോട് പറഞ്ഞിട്ടുണ്ട്, അർജുന നീ വേണ്ടതിന് മെനക്കെടണ്ട, എൻ്റെ വിഭൂതിയൊന്നും നിനക്ക് പിടിയിട്ടില്ല. 10-ാം അധ്യായത്തിൽ ഭഗവാന്റെ വിഭൂതി യോഗം, ഭഗവാന്റെ വിഭൂതിയെക്കുറിച്ച് ഒരു 39 ശ്ലോകം ഭഗവാൻ പറയും. 39 ശ്ലോകം എന്ന് പറഞ്ഞാൽ 19×4 156 വരികൾ ശ്ലോകം. ഇതൊക്കെ ഭഗവാന്റെ വിഭൂതിയാണ്. അദ്ദേഹം ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കണ വിഭൂതി യോഗമാണ് 10-ാം അധ്യായം. അതിൽ 39 ശ്ലോകം അദ്ദേഹത്തിൻ്റെ വിഭൂതിയെക്കുറിച്ച് പറഞ്ഞ് 40-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം ഭഗവാനോട് കൃഷ്ണനോട് പറയും, അർജുനോട് പറയും, അർജുന നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ. ന അന്തോ ഒസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ. എൻ്റെ വിഭൂതികൾക്ക് അന്തമില്ല അർജുന. ന അന്തോസ്തി, അന്തമില്ല, ന അന്തം. മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ.
നീ എത്ര പരന്തവനാണെങ്കിലും ശരി, എത്ര സ്ട്രെങ്ത് ഉള്ളവനായാലും ശരി, എന്തൊക്കെ കഴിവുള്ളവനാണെങ്കിലും ശരി, പരന്തപ നന്ദോ അസ്ഥി മമ ദിവ്യാനാം വിഭൂതിനാം പരന്തപ. എൻ്റെ വിഭൂതികൾക്ക് അറ്റമില്ല, അങ്ങനെ പറഞ്ഞു പോവാം. അപ്പോൾ ഭഗവാൻ ദേവരെ പറഞ്ഞതെന്താ വെച്ചാൽ, ഏഷ ഉദ്ദേശത പ്രോക്ത വിഭൂതേർ വിസ്തരോമയ, വിഭൂതേർ വിസ്തരോമയ. ഞാൻ ഇതേവരെ എൻ്റെ വിഭൂതികളെ വിസ്തരിച്ചത് ഏഷ ഉദ്ദേശത പ്രോക്ത, ഒരു കൊട്ടക്കണക്കിന് പറഞ്ഞു എന്നേ ഉള്ളൂ ചക്ക. ഉദ്ദേശത അപ്രോക്സിമേറ്റ്ലി ഒരു എന്താ പറയുക ഇംഗ്ലീഷിൽ ഒരു ബോൾ പാർക്ക് ഫിഗർ, ഒരു അപ്രോക്സിമേറ്റ്, ഒരു കമ്മച്ചം പറഞ്ഞു എന്നേ ഉള്ളൂ വിഭൂതിയെ കുറിച്ച്. അപ്പോൾ അന്തോസ്തി മമ ദിവ്യാനാം വിഭൂതിം വിഭൂതിം നാം പരന്തവ ഏഷ ഉദ്ദേശത പ്രോക്ത വിഭൂതി വിസ്തരോമയ. എൻ്റെ ദിവ്യ വിഭൂതിക്കിങ്ങന്തമില്ല പരന്തവ. എന്തൊരു തർജ്ജമ നോക്കൂ. എൻ്റെ ദിവ്യ വിഭൂതിക്കിന്നന്തമില്ല പരന്തവ, ഉദ്ദേശമാത്രം ചൊന്നേ നീ വിഭൂതിയുടെ വിസ്തരം. ഉദ്ദേശം പറഞ്ഞുള്ളൂ ഞാൻ. 10-39 ശ്ലോകം ഞാൻ ഉദ്ദേശത്തോടു കൂടി പറഞ്ഞുള്ളൂ, ഇതിന് അവസാനമില്ല. അതുകൊണ്ട് ഐശ്വര്യത്തിൽ വിഭൂതിയിൽ ഭഗവാൻ സമ്പന്നനാണ്. ആ സമ്പത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, അത് അളവില്ലാത്ത ഐശ്വര്യമാണ്. കൂടെ ആരാ നിൽക്കണം അറിയില്ലേ? ഐശ്വര്യത്തിൻ്റെ ഈറ്റില്ലാണ് കൂടെ ഉള്ളതേ. ഇതിനെന്താ ബുദ്ധിമുട്ട്? അപ്പം അതാണ് മഹാർദ്ധി എന്നർത്ഥം, മഹത്തായ ഐശ്വര്യമുള്ളവൻ ഭഗവാൻ. ഇത്രയും വിസ്തരിച്ചാൽ മതിയല്ലോ നമുക്കിതിൽ. ലളിതാ സഹസ്രനാമത്തിലും ദേവിയെക്കുറിച്ച് ഈ വർണ്ണനയുണ്ട് കേട്ടോ. മഹൈശ്വര്യേ എന്നുള്ളൊരു പദമുണ്ട് അവിടെ. മഹൈശ്വര്യേ, മഹാ ഐശ്വര്യം ഉള്ളവൾ, മഹാ ഐശ്വര്യമുള്ളവൾ. മഹാഭോഗ മഹൈശ്വര്യ മഹാവീര മഹാബല. മഹാഭോഗി മഹൈശ്വര്യ മഹാവീര്യ മഹാബല. അപ്പോൾ ദേവിയെക്കുറിച്ചും അങ്ങനൊരു പ്രസ്താവന ലളിതാ സഹസ്രനാമത്തിലുണ്ട് എന്ന് പറയാം. അടുത്ത 351 നാമം ഹൃദ. ഹൃദ എന്ന് വെച്ചാൽ വർദ്ധിക്കുന്നവൻ, അഭിവൃദ്ധി എന്നൊക്കെ പറയും. അപ്പോൾ വർദ്ധിക്കുന്നവൻ, ദ ഗ്രേറ്റ് മൾട്ടിപ്ലയർ ടു ദ പവർ ഓഫ് ഒക്കെ ഇല്ല. അപ്പോൾ സദാ വർദ്ധിക്കുന്നവനാണ്. നാമം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ഹൃദസ്പഷ്ടക്ഷരോ മന്ത്ര ചന്ദ്രാം ചുർഭാസ്കരദ്യുതി. ഹൃദസ്പഷ്ടാക്ഷരം, അവിടെയും ഹൃദ തന്നെ വരുന്നുണ്ട്. ആ നാമം തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ കണ്ടത് വ്യാഖ്യാതാക്കൾ, ശങ്കരനടക്കമുള്ള വ്യാഖ്യാതാക്കൾ അവിടെ പറഞ്ഞേക്കുന്നത് ഷഡ്ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നവൻ എന്നാണ്. നമ്മുടെ മനുഷ്യരിലുള്ള സദ്ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നവൻ, നേരത്തെ പറഞ്ഞിട്ടുള്ള ഐശ്വര്യാദി ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നവൻ, ആ ഗുണങ്ങൾക്ക് അവസാനമില്ലാതെ അങ്ങനെ വളർത്തി കൊണ്ടുവരുന്നവൻ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഗുണാധിക്യം കൊണ്ട് ഋദ്ധ, ഗുണത്തിൻ്റെ ആധിക്യം കൊണ്ട് ഋദ്ധ. അതായിരുന്നു അവിടുത്തെ വ്യാഖ്യാനം. ഇവിടെ വ്യാഖ്യാതാക്കൾ പറയണത് ഈ അഭിവൃദ്ധി അല്ലെങ്കിൽ ഈ വൃദ്ധി എന്ന് പറയുന്നത് ഐശ്വര്യങ്ങളല്ല, അത് കൂടാണ്ട് പ്രപഞ്ചരൂപത്തിൽ വർദ്ധിക്കുന്നവനെന്നാണ്. ഭഗവാന്റെ സൃഷ്ടിയായ പ്രപഞ്ചം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. യൂണിസെല്ലുലാർ ടു മൾട്ടി സെല്ലുലാർ ഗ്രോത്ത് അങ്ങനെ വർദ്ധിക്കുന്നു എന്നർത്ഥം. ഫിസിക്കലായിട്ട് കാണുന്ന സാധനങ്ങൾ, ജഗത്ത് പറയുന്നത്, പ്രപഞ്ചമെന്ന് പറയുന്നത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെ വർദ്ധിക്കുന്നത്? തൻ്റെ സ്വസ്വമായ ശക്തി കൊണ്ട് പ്രപഞ്ചത്തെ വർദ്ധിപ്പിക്കുന്നു. വാസ്തവത്തിൽ വർദ്ധിക്കുന്നൊന്നുമില്ല, പ്രപഞ്ചം തന്നെ ഇല്ല, ആകപ്പാടൊരു മായയാണ്. അപ്രകടിതമായ തത്വം ഒന്നാണെങ്കിലും, അൺമാനിഫെസ്റ്റഡ് റിയാലിറ്റി ഒന്നാണെങ്കിലും, പ്രകടമായ വിഭൂതികൾ, മാനിഫെസ്റ്റഡ് വിഭൂതീസ്, മാനിഫെസ്റ്റഡ് ഗ്ലോറീസ് ഓഫ് ഭഗവാൻ
വളർന്നുകൊണ്ടേയിരിക്കുന്നു. ആ വളരുന്നു എന്നുള്ളൊരു ഭ്രമം നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. വളരുന്നൊന്നുമില്ല. പക്ഷെ നമുക്കത് സത്യമായിട്ട് തോന്നുന്നു. കാരണം എന്താ? ജഗൻ മിഥ്യ. ഈ കാണുന്നതൊക്കെ മിഥ്യയാണ്. ആ മിഥ്യ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇറ്റ് ഗെറ്റ്സ് ഓൺ മൾട്ടിപ്ലൈങ്. ജോമെട്രിക് പ്രോഗ്രഷൻ. ഞാനല്ലാതെ അന്യമായിട്ടൊന്നുണ്ട് എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ എപ്പോൾ ആദ്യം വരുത്തി തീർക്കുന്നതിൽ ഭഗവാൻ വിജയിച്ചുവോ, അദ്ദേഹത്തിൻ്റെ ലീലാ നാടകത്തിൽ മായാശക്തി വിലാസത്തിൽ, അപ്പം തുടങ്ങി അദ്ദേഹത്തിൻ്റെ ജൈത്യയാത്ര. പിന്നെ എവിടെ നോക്കിയാലും നമ്മൾ തോറ്റു കൊടുക്കുന്നത്. കാരണം എപ്പോൾ നോക്കിയാലും ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. ആ ഒന്നിനെ പലതായിട്ട് കാണുന്നതാണ് ഈ ഭ്രമം എന്ന് പറയുന്നത്, അല്ലേ? ഒന്നിനെ പലതായിട്ട് കാണുന്നതല്ലേ ഭ്രമം. കള്ള് ഷാപ്പെന്ന് പറഞ്ഞവരോട് ചോദിച്ചാൽ അറിയാം എന്താ ഈ ഭ്രമം എന്ന്. പോകുമ്പോൾ ഒരാളെ അവിടെ ഇരിക്കണ്ടാവുള്ളൂ, സെക്യൂരിറ്റിക്കാരൻ. വരുമ്പോൾ രണ്ടായിട്ട് കാണാൻ. എന്തപ്പോൾ നേരത്തെ പോകുമ്പോൾ ഒരാളുണ്ടാകും, നീന്തടപ്പോൾ രണ്ടെണ്ണമായേ. ആ ഒന്ന് രണ്ടായിട്ട് അനുഭവിച്ചാൻ, എന്നിട്ടത് മനസ്സിലാക്കുമ്പോഴത്തെ ഒരു ദുഃഖം പറയലുണ്ട്, റിപ്പൻറ്റൻസ്, ഒരു ക്ഷമാപണം. ഒന്നായിട്ടാണ് ഞാൻ കണ്ടത്, പക്ഷേ എനിക്ക് വരുമ്പോൾ തോന്നി രണ്ടായിട്ടാണെന്ന്. അത് രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്നുള്ളൊരു ഭാവം തിരിച്ചു കിട്ടിയ നേരത്ത് അത് രണ്ടായിട്ട് കണ്ട സമയത്ത് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വ്യസനങ്ങളും സങ്കടങ്ങളും എന്തൊക്കെയായിരുന്നു എന്ന് ഒരു കവി സ്പർശിച്ചു പോകുന്നുണ്ട്. ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽവതമിണ്ടാവതല്ല മമ. അയ്യോ, ഇത് നാണക്കട, ഒന്നും പറയണ്ട. എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു കൂട്ടിയേ ആ ഭ്രമത്തിൽ. ചെയ്യാത്ത ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, എന്തൊക്കെയാണ് ഞാൻ ചെയ്തു കൂട്ടിയേ, ആരോടൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞേ. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലാവണം രണ്ടെന്ന് പറഞ്ഞ സാധനം ഇല്ലയെന്ന്, അല്ലേ? ആ മായാലഹരിയുടെ അടിമയാൽ ആദ്യം നമുക്ക് ഒരാളെ കാണും, ലഹരിയൊന്നും ഇല്ലാത്ത സമയത്ത്. ആ ലഹരി വന്ന് പിടികിട്ട് കഴിഞ്ഞാൽ മായാശക്തി വിലാസകൽപ്പിതം മഹാവ്യാമോഹം നമ്മുടെ മനസ്സിൽ വന്ന് പെട്ടുകഴിഞ്ഞാൽ ആദ്യം ഒരാളെ രണ്ടായിട്ട് കാണാം. പിന്നെ രണ്ടാൾ നാലാളാവും, നാലാൾ എട്ടാളാവും, എട്ടാൾ 16 പിന്നെ 32 പിന്നെ 64. ഞാനൊരു കടങ്കഥ പറയട്ടെ, ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറയൂ. നിങ്ങൾക്ക് എന്നോട് ഇപ്പം സംസാരിക്കാൻ പറ്റില്ലെങ്കിലും വാട്സപ്പിൽ റിപ്ലൈ ഇടാമല്ലോ. ഒരു കടങ്കഥ പറയട്ടെ, ചോദിക്കട്ടെ. ഒരാൾ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും ജോലി ഉണ്ടോ ചോദിച്ചു. ജോലി തരാം. എന്ത് ജോലിയാണ് വേണ്ടത്? എന്ത് ജോലി വന്നാലും ചെയ്തോളാം. ഒരു ജോലിയും കൊടുത്തു. എന്താ എനിക്ക് ശമ്പളം വേണ്ട? ശമ്പളമൊന്നും വേണ്ട, ചെറിയൊരു നിസ്സാരമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി. പറയേ, എനിക്കിന്ന് ഒരു അരിമണി കിട്ടിയാൽ മതി. ഇന്ന് ഒരു അരിമണി. അരിമണിയോ? നീ എവിടെ അന്തപുരത്തിലാണ് നിൽക്കണം, രാജകൊട്ടാരത്തിലാണ് നിൽക്കണം എന്നുള്ള ഓർമ്മയില്ല നിനക്ക്? അല്ല, എനിക്കിന്ന് ഒരു അരിമണി മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, നാളെ 2 അരിമണിയാക്കി തരണം. ഇന്നൊന്ന്, നാളെ തരണം 2 നാളത്തെ കൂലി. മറ്റന്നാളത്തെ കൂലി 4 അരിമണി. അതിൻ്റെ അപ്പുറത്തെ ദിവസത്തെ കൂലി 8 അരിമണി. അതിൻ്റെ അപ്പുറത്തെ ദിവസത്തെ കൂലി 16 അരിമണി. അതിൻ്റെ അപ്പുറത്തെ ദിവസത്തെ കൂലി 32 അരിമണി. അങ്ങനെ മാസം അവസാനം വരെ ഇന്ന് കിട്ടിയതിൻ്റെ ഇരട്ടി നാളെ തന്നുകൊണ്ടിരിക്കണക്ക്. എത്രയോ ഉണ്ടോ? മതിയാ? ഇത് മതിയോ? ഓക്കെ, ശരി. അപ്പോയിൻമെൻറ്റ് ഓർഡർ ഗിവൺ, സാങ്ഷൻഡ്, കോപ്പി ടു ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റോഴ്സ്. കലവറക്കാരന് കോപ്പിയും കൊടുത്തു. അതൊക്കെ ഇതിങ്ങനെ കൊടുക്കട്ടോ. 5:15 എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ
2 മാധവൻ, ഊണെന്ന് ചൊല്ലി പണ്ടാലൻ ഉണ്ടിട്ടില്ല ഇതേവരെ. ഇത് കുഞ്ഞുതമ്പിയാർ പറഞ്ഞ പോലെ 5 കോപ്പും കൊടുക്കാൻ പറഞ്ഞ് കലോറയിലേക്ക് കോപ്പിയും കൊടുത്തു. അപ്പോൾ ചോദ്യം എന്താ വെച്ചാൽ 31ാമത്തെ ദിവസം ശമ്പളം കൈപ്പറ്റി കഴിഞ്ഞാൽ അവൻ ആ മാസം എത്ര അരിമണി കിട്ടും? രാജാവിന് കൊടുക്കാൻ പറ്റിയില്ല എന്നൊക്കെയാണ് കഥ വിട്ടിരിക്കട്ടെ. നമുക്ക് കണക്കൊന്ന് കൂട്ടി നോക്കുക. വെറുതെ ഇരിക്കുമ്പോൾ രസമല്ലേ. ഇപ്പോൾ കൊറോണ കാലമൊക്കെ അല്ലേ, പണിയൊന്നുമില്ലല്ലോ. കാൽക്കുലേറ്റർ എടുത്ത് കൈ പിടിച്ചിട്ട് ഒരു കുറച്ച് സമയം ചിലവഴിച്ച് നോക്കും. നല്ലൊരു കാര്യത്തിനല്ലേ. അപ്പോൾ കഥ മനസ്സിലായില്ലേ? ഇന്നൊന്ന്, നാളെ 2, മറ്റന്നാൾ 3. അത് അരിമണി ആയിക്കോട്ടെ, ഉറുപ്പ്യ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഇതൊരു സാധനം, അല്ലെങ്കിൽ മത്തങ്ങയോ കുമ്പളങ്ങയോ എന്ത് വേണമെങ്കിൽ വെച്ചോളൂ. ഇന്ന് കിട്ടിയതിൻ്റെ ഇരട്ടി നാളെ കിട്ടിയതിൻ്റെ ഇരട്ടി മറ്റന്നാൾ. അങ്ങനെ 31ാമത്തെ ദിവസം ശമ്പളം വാങ്ങിച്ച് കഴിഞ്ഞിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അവന് അവസാനം ആ 31ാം തീയതി കിട്ടിയ ശമ്പളം അടക്കം ആദ്യം മുതൽ ടോട്ടലായിട്ട് എല്ലാ ദിവസവും കൂടി ഡെയിലി വേജസ് അല്ലേ, എന്ത് കിട്ടിയിട്ടുണ്ടാവും ശമ്പളം ഒന്ന് കണക്കാക്കി പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ, അതുകൊണ്ടാണ് അത് വൃദ്ധ എന്ന് പറയുന്നത്. അങ്ങനെ പോണ കാരനാണ് വൃദ്ധ. പ്രൊജക്ഷൻസ് ഇൻ മൾട്ടിപ്ലൈ. മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേ പോയി. അതാണ് വൃദ്ധ എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ അത്രയും മതി. കടങ്കഥ ബാക്കി നിൽക്കണു. നിങ്ങൾ എന്നോട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് വിളിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ശരി. ഈ വൃദ്ധ എന്നുള്ള നാമം തന്നെ ലളിതാ സഹസ്രനാമത്തിൽ വന്നിട്ടുണ്ട്. അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീ ദിവ്യ വിഗ്രഹ. അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി. അനേക കോടികളായിട്ടുള്ള ബ്രഹ്മാണ്ഡങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഭഗവാൻ. ഭ്രമം കൊണ്ട്, സ്വമായ കൊണ്ട്, ചില്ലറയൊന്നുമല്ല. ഒരു ബ്രഹ്മാണ്ടമല്ല, ഒരു മിൽക്കി വേ അല്ല, ഒരു യൂണിവേഴ്സ് അല്ല. അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി. അതിൻ്റെ ഒക്കെ ജനനിയാണ്. ഒക്കെ സൃഷ്ടിച്ചതാണ് ഭഗവാൻ. അപ്പം എന്തായി? അതാണ് വൃദ്ധ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? വൃദ്ധ. അപ്പം അത് അത്രയും മതി. അപ്പോൾ ഈ കണക്കൊന്ന് കൂട്ടി പറയൂ കേട്ടോ. എനിക്ക് ഉത്തരം അറിയില്ല, പക്ഷെ അറിയില്ല എന്ന് ചോദിച്ചിട്ട് തോന്നിയ ഉത്തരം പറഞ്ഞു തരരുത്. ശരിക്കുള്ള ഉത്തരം പറഞ്ഞു തരുന്നു, എനിക്കും പഠിക്കാമല്ലോ. ഓക്കെ, അപ്പം ഇനി 352ാമത്തെ നാമം വൃദ്ധാത്മാ. വൃദ്ധാത്മാ എന്ന് വെച്ചാൽ പുരാണ പുരുഷൻ എന്നർത്ഥം. പുരാണ പുരുഷൻ, ദ പ്രൈമോർഡിയൽ പേഴ്സൺ, ദി ഫസ്റ്റ് മാൻ, ആദ്യത്തെ ആള്, ദ വെരി ഫസ്റ്റ് ക്രിയേഷൻ, ദ വെരി ഫസ്റ്റ് കോസ് ഓഫ് ക്രിയേഷൻ. വെരി ഫസ്റ്റ് ക്രിയേഷൻ അല്ല, വെരി ഫസ്റ്റ് കോസ് ഓഫ് ക്രിയേഷൻ. ഇപ്പോൾ വൃദ്ധ എന്ന് വെച്ചാൽ പുരാതനമായതെന്നാണ് അർത്ഥം, അല്ലേ? വൃദ്ധ എന്ന് വെച്ചാൽ പുരാതനമായത്. അതുകൊണ്ടാണല്ലോ വൃദ്ധൻ എന്നൊക്കെ പറയുന്നത്. പരമാത്മാവ് മൂലകാരണമായതിനാൽ ആദിദേവൻ എന്നൊരു നാമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദിദേവൻ. സൃഷ്ടിയുടെ ആരംഭത്തിൽ സമയം തുടങ്ങിയതിനാലും പഞ്ചഭൂതങ്ങൾ ഭഗവാന്റെ സൃഷ്ടിയായതുകൊണ്ടും ഭഗവാൻ കാലദേശാഭിജ്ഞനാണ്. കാലത്തിനും ദേശത്തിനും അടിമപ്പെടാത്തവനാണ്. ബിയോണ്ട് സ്പേസ് ആൻഡ് ടൈം. ഇത് രണ്ടും ഭഗവാന്റെ ക്രിയേഷനാണ്. സ്പേസ് ആകാശം, ടൈം സമയം, ഇത് രണ്ടും ഭഗവാന്റെ സൃഷ്ടിയാണ്, അല്ലേ? ഭഗവാൻ സൃഷ്ടിച്ചാൽ ഇത് രണ്ടും. അപ്പോൾ ഭഗവാൻ തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരിയായിരിക്കണ്ടേ, അതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കണ്ടേ, അതിൻ്റെ അതീതമായിരിക്കണ്ടേ. അതുകൊണ്ട് സമയാതീതനും കാലാതീതനുമാണ് ഭഗവാൻ. വെറുതെ അല്ല ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ കൊണ്ട് കുത്തിച്ചെലുത്തിയത് ഈ വാക്കേ. കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. ഈസ് ഫ്രീ ഫ്രം ദ കോൺസെപ്റ്റ് ഓഫ് ടൈം ആൻഡ് സ്പേസ്. നമ്മളല്ലേ അതിന് അടിമപ്പെട്ട് നിൽക്കണത്, ടൈമിനും സ്പേസിനൊക്കെ. നമുക്ക് ജോഗ്രഫിക്കലി ഒരു ലിമിറ്റേഷൻ ഉണ്ട്. സ്പേസ് ഈസ് എ ലിമിറ്റേഷൻ, ടൈം ഇസ് എ ഫാക്ടർ. ഇത് രണ്ടും നമ്മളെ ബന്ധിക്കുന്നു. യു ആർ ബൗണ്ട് ബൈ ടൈം ആൻഡ് സ്പേസ്.
ഭഗവാൻ അങ്ങനെയല്ല, അതിന് അതീതമാണ്. കാലദേശാവധിഭ്യാം നിർമുക്തം, ടോട്ടലി ലിബറേറ്റഡ്, നോട്ട് കൺസേൺഡ്. അതുകൊണ്ട് പുരാതനൻ എന്ന് പറയും. അതാണ് വൃദ്ധാത്മാ എന്ന് പറയാൻ കാരണം. ഈ പുരാതനൻ എന്ന് വെച്ചാൽ പഴക്കമുള്ളതെന്ന് മാത്രം ഇങ്ങോട്ട് പറഞ്ഞ് അർത്ഥം പറഞ്ഞു പോയാൽ ബുദ്ധിമുട്ടാവും. അത് മാത്രമല്ല അതിൻ്റെ അർത്ഥമുള്ളൂ. അതിൻ്റെ ഒരു ചെറിയൊരു വാലും കൂടി ഉണ്ട്. ഈ പുഴയിൽ വരുന്ന വെള്ളം പുരാതന വെള്ളമല്ലേ? ആ പുഴയുടെ ഒഴുക്ക് തുടങ്ങിയിട്ട് കാലത്രേ. അപ്പോൾ അതിൽ വരുന്ന വെള്ളവും ആ പുഴയുടെ വയസ്സുള്ള വെള്ളമാവണ്ടേയില്ല. പുഴ എന്ന് പറഞ്ഞാൽ ഒഴുക്കുള്ളൊരു സാധനമാണല്ലോ. അപ്പം അതിൽ ഒഴുകി വരുന്നതൊക്കെ പഴയ വെള്ളമാണോ ആവണ്ടേ ബൈ ഡെഫിനേഷൻ? അതല്ലല്ലോ. അതിൽ വരുന്ന ഓരോ തുള്ളിയും ഫ്രഷ് വാട്ടർ അല്ലേ. ഫ്രഷ് വാട്ടർ മീൻസ് പുതുതായിട്ട് വരുന്നതല്ലേ, പുരാതന അല്ലല്ലോ, ന്യൂനതല്ലേ, പുതിയതല്ലേ അത്. അതിനൊരു പുതുമയുണ്ടല്ലേ ആ വെള്ളത്തിന്, പുരാതനം മാത്രമല്ലല്ലോ. അതുകൊണ്ട് പുരാതനം എന്ന അർത്ഥം മാത്രം വൃദ്ധ എന്നുള്ളതിന് പറഞ്ഞാൽ പോരാ. പുരാതനം എന്ന് വെച്ചാൽ പഴയത് എന്നുള്ള അർത്ഥമല്ല. പുരാതനം എന്ന് വെച്ചാൽ എന്താ പറയുക, സനാതനം എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. മനസ്സിലായില്ല? ഒരു പുതുമയുണ്ട് അതിന്. പഴയതാണെങ്കിലും ആ പഴയതിനൊരു പുതുമയുണ്ട്. അങ്ങനെ ഈ പുഴയിലെ വെള്ളം പോലെ. ചിരപുരാതനം നിത്യനൂതനം എന്നൊക്കെ പറയില്ലേ. ചിരപുരാതനമായതും നിത്യന്യൂനതമായതും. നിത്യനൂതനമായത്, എവർ ഫ്രീ, എവർ ഫ്രഷ്, എവർ ഫ്രഷ്. ഇപ്പോഴും ഫ്രഷാണ്, പക്ഷേ പുരാതനമാണ്. ഇനി പുഴ പുതിയതെന്ന് പറയാൻ പറ്റുമോ? പുഴയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആ വെള്ളത്തിൻ്റെ ഫ്രഷ്നെസ് കിട്ടിയ ആ ഡേറ്റ് ഓഫ് ബർത്താണോ? പുഴയുടെ അല്ലല്ലോ. പുഴ എന്നും ഉണ്ടായി. അതിൽ വരുന്ന വെള്ളമോ ഫ്രഷ്. അപ്പോൾ ചിരപുരാതനമാണ്, നിത്യനൂതനമാണ്. പുതുമയുണ്ട് അതിൽ, പുരാതനമുണ്ട്, രണ്ടുമുണ്ട്. സായിപ്മാരതിന് പറയണ വാക്കാണ് എറ്റേണൽ. ബസ് അന്നും ഇന്നും എന്നും ഉള്ള വസ്തു, അതാണ് എറ്റേണൽ. അന്നുണ്ട്, ഇന്നുണ്ട്, എന്നുണ്ട്. ദാറ്റ് ഈസ് എറ്റേണൽ. നമ്മുടെ സനാതന ധർമ്മം ഈസ് എറ്റേണൽ. അന്നുണ്ട് ധർമ്മം, ഇന്നുണ്ട് ധർമ്മം, എന്നുണ്ട് ധർമ്മം. ആരൊക്കെ നശിപ്പിച്ചാലും ഉണ്ട്, അവിടെ ഉണ്ട്. അപ്പോഴും ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇതൊക്കെ ഇവിടുന്ന് കയറ്റുമതി ചെയ്തിട്ടുള്ള ഫ്രേസുകളാണ്, പുതിയതൊന്നുമല്ല, റോമിൽ നിന്ന് വന്നതൊന്നുമല്ല അത്. ഇതൊക്കെ ഇവിടുത്തെ പ്രയോഗങ്ങളാണ്. അതല്ല, എല്ലാം ഇവിടുത്തെ പ്രയോഗങ്ങളാണ്. അതിങ്ങനെ നടന്നുകൊണ്ട് വരികയല്ലേ. അപ്പം അതുകൊണ്ടാണ് വൃദ്ധാത്മാ എന്ന് പറയാൻ കാരണം. വൃദ്ധാത്മാ. അപ്പോൾ അതത്രയും മതിയല്ലോ നമുക്ക്. പുരാണ പുരുഷൻ, ആദിദേവൻ. ഈ നാമങ്ങളൊക്കെ, ആദിദേവൻ എന്നുള്ള നാമൊക്കെ നമ്മൾ നല്ലോണം വർണ്ണിച്ചതാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് റിഫ്രഷ് ചെയ്യുക. കാലത്തിനും ദേശത്തിനും മുക്തമായിരിക്കുന്നവനാണ് ഭഗവാൻ. കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. പുരാതനൻ മാത്രമല്ല, അതിനൂതനൻ കൂടിയാണ്. എറ്റേണൽ. അന്നുണ്ട്, ഇന്നുണ്ട്, എന്നുണ്ട്. അറ്റ് ഓൾ ടൈംസ്, ഓൾ പീരിയഡ്സ് ഓഫ് ടൈം, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, എപ്പോഴും ഉണ്ട്. അതാണ് വൃദ്ധാത്മാ. ഓക്കെ. അടുത്ത 353 മഹാക്ഷ. മഹാക്ഷ എന്ന് വെച്ചാൽ മഹത്തായ കണ്ണുകളുള്ളവൻ എന്നൊരർത്ഥം പറയാം. മഹാക്ഷ, അക്ഷ മീൻസ് കണ്ണ്. മഹാക്ഷ, മഹത്തായ കണ്ണുകളുള്ളവൻ.
മഹാക്ഷ, അനേക കണ്ണുകളോട് കൂടിയവൻ, അങ്ങനെ അർത്ഥം പറയാം. രണ്ട് രീതിയിലും എടുക്കാം. ഇതിനു മുമ്പ് നമ്മളൊരു നാമം ശീലിച്ചിട്ടുണ്ട്, സർവദർശന. ഓർമ്മയുണ്ടോണാവും? സർവദർശന 92 93 ഒക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് ഭഗവാൻ എല്ലായ്പ്പോഴും എല്ലാം നോക്കുന്നുണ്ട് എന്നാണ്. സർവദർശന, എല്ലാ ദിക്കിലും ഒരു കണ്ണുണ്ട് ഭഗവാൻ്റെ, ഓവർ സീയിങ് എവരിതിങ്. അതുകൊണ്ടാണ് സർവദർശന, എല്ലാം ദർശിക്കുന്നവൻ, എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും എപ്പോഴും ദർശിക്കുന്നവൻ എന്നർത്ഥം. എല്ലായ്പ്പോഴും എല്ലാം നോക്കുന്നു എന്ന്. അപ്പോൾ ഭഗവാന്റെ ദൃഷ്ടി ഒരു സാധാരണ ദൃഷ്ടിയല്ല, ഒരു സ്പെഷ്യൽ ദൃഷ്ടിയാണ്. നമ്മളെ കൊണ്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ നോക്കാൻ പറ്റുന്നുണ്ടോ? ഒരു മേശപ്പുറത്ത്, ഞാനിപ്പോൾ ഈ മേശപ്പുറത്ത് ഞാനിരുന്ന് നിങ്ങൾക്ക് ടോക്ക് തരുന്നു, എൻ്റെ മുമ്പിൽ മൊബൈലിരിക്കുന്നുണ്ട്, വേറെ എൻ്റെ അടുത്ത് കടലാസുകളോ ഒന്നും പേനയോ ഒന്നുമില്ല. അപ്പുറത്ത് കുറച്ച് പുസ്തകം ഇരിക്കേണ്ട, അപ്പുറത്ത് കുറച്ച് സ്റ്റാൻഡ് ഇരിക്കേണ്ട ഒരു കലണ്ടറുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് എല്ലാറ്റിലും ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്ന് സംസാരിക്കും. എന്തെങ്കിലും വല്ല റെഫറൻസ് വേണമെങ്കിൽ കലണ്ടർ നോക്കുക, അല്ലെങ്കിൽ വല്ല ബുക്ക് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നോക്കും. അതല്ലാണ്ട് ഓരോ സമയത്തും എനിക്ക് ആ ബുക്കിൻ്റെ മുകളിൽ ശ്രദ്ധ പതിപ്പിച്ച് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പം എൻ്റെ പരിധിയിൽ, എൻ്റെ സാധാരണ കാണുന്ന ഈ മാംസചക്ഷുഷുകൾക്ക് കാണാവുന്ന കാര്യങ്ങളിൽ പോലും എനിക്ക് എൻ്റെ ശ്രദ്ധ പതിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ ഭഗവാന്റെ ദൃഷ്ടിയുടെ വൈഭവം ഒന്ന് നോക്കൂ. സർവദർശന എന്ന് പറയുമ്പോൾ, സർവദർശന മീൻസ് എവ്രിതിങ്. ഈ ലോകത്തിലുള്ള പ്രപഞ്ചം മുഴുവൻ, ഈ ലോകമല്ല, അനേക കോടി ബ്രഹ്മാണ്ഡം, അനേക കോടി ബ്രഹ്മാണ്ഡത്തിലേക്ക് അദ്ദേഹത്തിന് സർവദർശന. അപ്പം എന്തായിരിക്കും ആ കണ്ണിൻ്റെ പവർ അല്ലേ? ഏത് ഒഫ്തമോളജിസ്റ്റിനും അത് നോക്കി അതിൻ്റെ സൈറ്റ് തീരുമാനിക്കാൻ പറ്റുക? പറ്റില്ല. സ്പെഷ്യൽ കണ്ണാണത്. അപ്പോൾ സ്പെഷ്യൽ ദൃഷ്ടിയാണത്, സ്ഥൂല ദൃഷ്ടിയല്ല എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ സ്ഥൂലമായിട്ടുള്ള, നമ്മളുടെയൊക്കെ സ്ഥൂല ദൃഷ്ടിയാണ്. ഇറ്റ്സ് എ ഗ്രോസ് ലുക്ക് ദാറ്റ് വി ആർ ഗിവിങ്. മറ്റൊരു സൂക്ഷ്മ ദൃഷ്ടിയാണ്. പുറമെ എവിടെയോ ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ മുകളിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നൊരു കണ്ണില്ലേ? അവനോ അവളുടെയോ പ്രവൃത്തികളും ദിനചര്യങ്ങളും നിത്യ ചട്ടവട്ടങ്ങളും അതിൻ്റെ ഒരു പെട്ടെന്നിട്ടൊരു മേൽനോട്ടം വഹിക്കുന്നില്ലേ നിങ്ങൾ? ഇല്ലേ? നമ്മളൊക്കെ ഇല്ലേ? അതെന്ത് കണ്ണുണ്ടാ? സർവദർശന. അപ്പോൾ നമുക്കുണ്ട് ഒരുവിധമൊക്കെ അങ്ങനെ സമദർശന, സർവദർശന. ഭഗവാന്റെ അത്രയില്ലെങ്കിലും നമുക്കും സൂക്ഷ്മമായിട്ടുള്ള ദർശനമുണ്ട്, സ്ഥൂലമായിട്ടുള്ള ദർശനമുണ്ട്. സ്ഥൂലമായിട്ടുള്ള ദർശനമാണ് നമ്മളിപ്പോൾ ഞാനീ പറഞ്ഞ കലണ്ടറും പുസ്തകവും മൊബൈലും ഒക്കെ പറഞ്ഞത്. സൂക്ഷ്മമായിട്ടുള്ള ദർശനമാണ് രണ്ടാമത് പറഞ്ഞ കാര്യം, ഹോസ്റ്റലിലെ കൂട്ടുന്ന കാര്യം. അപ്പോൾ അത് സൂക്ഷ്മദൃഷ്ടി, മാംസ ചക്ഷുസ് അല്ല എന്നർത്ഥം. ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഐസ് അല്ല, അത് സ്ഥൂല ദൃഷ്ടിക്കാണ് പറ്റുള്ളൂ. ഒരു ഇന്നർ ഐ ഉണ്ട്, മഹത്തായ കണ്ണുകളോട് കൂടിയാണ്, അനേക കണ്ണുകളോട് കൂടിയാണ്. രണ്ടും അർത്ഥം വരേണ്ടതില്ല അല്ലേ? പുറം കണ്ണല്ല എന്നർത്ഥം. പുറത്തേക്ക് ഇങ്ങനെ തുറച്ച് നിൽക്കുന്ന കണ്ണല്ല, അകത്തേക്ക് അന്തർലീനമായിരിക്കുന്ന കണ്ണാണ് എന്നർത്ഥം. നമ്മൾ കാണുന്നത് ആ കണ്ണുകൊണ്ടാണ്, സംശയമില്ല. ഈ പുറം കണ്ണുകൊണ്ടല്ല നമ്മൾ കാണുന്നത്. പുറം കണ്ണല്ല കാണുന്നത്, പുറം കണ്ണ് കൊണ്ടാണ് കാണുന്നത്. പക്ഷെ കാണുന്നത് പുറം കണ്ണല്ല. അതുകൊണ്ടൊക്കെ നമ്മൾ പറയാം, സത്യം നമ്മൾ വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണോണ്ട് കണ്ടതാ പറയും. കണ്ണോണ്ട് കണ്ടത് തന്നെയാണ്, കണ്ണല്ല കണ്ടത്. കണ്ടതാരാ?
കണ്ടതൊക്കെ വേറെ ആളാ. കാണിച്ചിരുന്നത് ആരാ? കണ്ണാണ്. അപ്പോൾ കണ്ണുകൊണ്ട് കണ്ടു, അത് പറയുന്നത് ശരിയാ. എൻ്റെ കണ്ണുകൊണ്ട് കണ്ട, ഐ സോ വിത്ത് മൈ ഓൺ ഐസ്. അതും കൂടി ഒരു ഓണും കൂടി ഉണ്ട് അവിടെ. ഐ സോ വിത്ത് മൈ ഐസ് എന്ന് പറഞ്ഞാൽ പോരാ, പോരാ. ഐ സോ വിത്ത് മൈ ഓൺ ഐസ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അപ്പോൾ കണ്ണ് കൊണ്ടാണ് കാണുന്നത്, അത് മറക്കരുത് നമ്മൾ. കണ്ണാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാ. കണ്ണല്ല കാണുന്നത്. കാഴ്ചക്കാരൻ അകക്കണ്ണാണ്. ഇതിൻ്റെ ഉള്ളിലൊരു കണ്ണുണ്ട്, നമുക്ക് കാണില്ല. അത് ഒരു കണ്ണ് വൈദ്യർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ആ കണ്ണ്. ചക്ഷുഷ ന പശ്യതി ഏന ചക്ഷൂഷി പശ്യതി. ഈ കണ്ണുകളല്ല കാണുന്നത് എൻ്റെ കൂട്ട. ഈ കണ്ണുകളെ കാണിക്കുന്ന വേറൊരു കണ്ണുണ്ട്, അതാണ് ബ്രഹ്മം. തദേവം വേത്തിത ബ്രഹ്മം. അതാണ് ബ്രഹ്മം എന്ന് നീ മനസ്സിലാക്കുക. കേനോപനിഷത്തിലെ ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഗുരുനാഥൻ. ചക്ഷുഷ ന പശ്യതി. ഈ കണ്ണുകൊണ്ടല്ല നീ കാണുന്നത്. ഈ കണ്ണല്ല നീ കാഴ്ച തരുന്നത്, കാണുന്നത് ഈ കണ്ണുകൊണ്ടല്ല. ചക്ഷുഷ ന പശ്യതി ഏന ചക്ഷൂഷി പശ്യതി. ഉള്ളിൽ വേറൊരു കണ്ണുണ്ട്, ആ കണ്ണാണ് കാണുന്നത്. ഈ കണ്ണിന് കാണാനുള്ള കാഴ്ച കൊടുക്കുന്നത് വേറൊരു കണ്ണുണ്ട് ഉള്ളിൽ. ആ കണ്ണാണ് ഈ കണ്ണിന് കാഴ്ച കൊടുക്കുന്നത്. ആ കണ്ണിൻ്റെ കാഴ്ച കൊണ്ടാണ് ഈ കണ്ണ് കാണുന്നത്. അല്ല, ഈ കണ്ണിന് കാണാൻ കാഴ്ചയൊന്നുമില്ല. അപ്പോൾ കാണുന്നത് ഈ കണ്ണല്ല. ഈ കണ്ണുകളെ കാണിക്കുന്ന വേറൊരു കണ്ണുണ്ട്. അതുകൊണ്ട് ആ ഉൾക്കണ്ണുകൊണ്ട് നമ്മൾ വല്ല സാധനവും വല്ല അറിവും നമുക്ക് നേടുമ്പോഴാണ് നമ്മൾ ഓ ഐ സീ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഉറക്കെ ചില കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലായ ചിലവരുണ്ട്, സീറ്റിൽ നിന്നൊക്കെ നീട്ടിട്ട് ഓ ഐ സീ, അത് ശരി അല്ലേ? ആ അത് ശരി കിട്ടുന്നതാണ് ഈ ഉൾക്കണ്ണുകൊണ്ട് കാണുമ്പോഴേ കിട്ടുള്ളൂ. അപ്പം എൻ്റെ കണ്ണല്ല കാണുന്നത്, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു. എൻ്റെ പിന്നിൽ എത്രയോ മെക്കാനിസം ഉണ്ട്. കാണുന്നവൻ എവിടെ ഇരിക്കുന്നു? അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ. ഇത് ഭംഗിയില എഴുത്തച്ഛൻ പറഞ്ഞിരിക്കണ കാര്യം. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന്നു കണ്ണ്. അർക്കാനലാതി, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ഇതൊക്കെ കാണുന്നുണ്ടല്ലോ നമ്മൾ, അതിനൊക്കെ ഗ്രഹിക്കുന്നുണ്ടല്ലോ. അർക്കാനലാതി വെളിവ്, അതിൻ്റെ വെളിച്ചം, അതിൻ്റെ ലൈറ്റ് നമ്മൾ കാണുന്നില്ലേ, പ്രകാശം നമ്മൾ കാണുന്നില്ലേ? അങ്ങനെ ഗ്രഹിക്കും ഒരു കണ്ണ്. ആ കണ്ണിൻ്റെ കണ്ണ് അതാരാ? കണ്ണിൻ്റെ കണ്ണ് മനസ്സ് അല്ലേ? നമ്മുടെ മനസ്സല്ലേ? നമ്മൾ സാധനത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മളതിനെ നമ്മുടെ കണ്ണാണോ പറയണത് ഇത് എന്നതാണ്? അല്ല, കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആ കണ്ണ് എന്ത് ചെയ്യണു? അതങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ മനസ്സിനെ അയച്ചു കൊടുക്കണം. ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മനസ്സാണ് അത് തീരുമാനിക്കേണ്ടത്. അത് പെരുമ്പാമ്പാണ് അല്ലെങ്കിൽ നീർക്കോലിയാണ്. എങ്ങനെയാ പെരുമ്പാമ്പാണോ നീർക്കോലിയാണോ തീരുമാനിക്കണത്? ബുദ്ധി അവിടെ ഹെൽപ്പ് ചെയ്യണു മനസ്സിനെ. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സാധനത്തിനെ കണ്ടിട്ടുണ്ടേ, സ്റ്റോറേജിലുണ്ട് പെരുമ്പാമ്പ്. അപ്പോൾ അത് ഓടി വരും സ്ക്രീനിലേക്ക്. അല്ലെങ്കിൽ പെരുമ്പാമ്പല്ല, അത് നീർക്കോലിയാണ്. അപ്പോൾ ഈ കണ്ടതും അന്ന് കണ്ടതുമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അത് കണ്ടത് പെരുമ്പാമ്പാണ്, ഇത് നീർക്കോലിയാണ്. നീർക്കോലിൻ്റെ വേറൊരു ഫോട്ടോ വരും. അപ്പോഴാണ് മനസ്സ് ഇത് നീർക്കോലിയാണ് എന്ന് ഡിക്ലെയർ ചെയ്യണം. എങ്ങനെ? അറ്റ് ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ഇൻ്റലക്റ്റ്. ബുദ്ധിയാണ് മനസ്സിനോട് പറഞ്ഞു കൊടുക്കേണ്ടത്, എടാ ഇത് നീർക്കോലിയാണ്. അപ്പം മനസ്സ് അങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. എന്തിന്? കയ്യിനോ കാലിനോ ഓടിക്കോ, പെരുമ്പാമ്പാണ് രക്ഷപ്പെട്ടോ.
അപ്പോൾ ഈ കണ്ണ് അഗ്നിയെ, ജ്വാലയെ, ചന്ദ്രൻ്റെ അഗ്നിയെ, സൂര്യൻ്റെ അഗ്നിയെ, അഗ്നിയിലെ അഗ്നിയെ, ആ വെളിച്ചത്തിനെ, ആ പ്രകാശത്തിനെ കാണുന്ന ഈ കണ്ണിൻ്റെ പിന്നിൽ ഒരു കണ്ണുണ്ട്. ആ കണ്ണാണ് മനസ്സ്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ. ആ കണ്ണിൻ്റെ കണ്ണായിരിക്കുന്ന മനസ്സിന് ഒരു കണ്ണുണ്ട്, അതാണ് ബുദ്ധി. ആ ബുദ്ധിക്ക് പ്രയോജനം കൊടുക്കേണ്ടത് ആരാ? അതാണ് ശരിക്കുള്ള കണ്ണ്. ദ സെൽഫ് ഇൻ യു, ദ പ്രാണ ഇൻ യു, ദി എനർജി ഇൻ യു. നിങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ശക്തി എന്താണോ, എനർജി എന്താണോ, ആ എനർജിയാണ് ബാക്കിലിരുന്നിട്ട് ബുദ്ധിക്കും, ബുദ്ധി തദ്വാര മനസ്സിനും, മനസ്സ് തദ്വാര ഈ കണ്ണിനും കൊടുക്കുന്നത്. ഈ കണ്ണാണ് ഈ അർക്കാനലാദിയൊക്കെ കാണുന്നത്. ഈ ബോധം വെച്ചിട്ട് ഈ ശ്ലോകം ഒന്ന് വായിച്ചു നോക്കൂ. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും. ആ പൊരുളാണ് ഞാൻ, അതാണ് ഞാൻ. അല്ലാണ്ട് ഈ കണ്ണ് ഞാനല്ല. ദിസ് ഇസ് ഐ ആം നോട്ട് ദി ഐ, മീനിങ് ഐ ആം നോട്ട് ദ ബോഡി, ഐ ആം നോട്ട് ദ മൈൻഡ്, ഐ ആം നോട്ട് ദ ഇൻ്റലക്ട്, ഐ ആം നോട്ട് ദ ബുദ്ധി. I am that energy which directs the intellect to inform the mind, to order the sense organs for action, for necessary action. പെരുമ്പാമ്പാണ്, ഈ നീർക്കോലിയാണ്, കാലിനോ കയ്യിനോ എന്താ വെച്ചാൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഫോർ ഫോർ നെസസറി ആക്ഷൻ പ്ലീസ്. ഇതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് കഴിയിട്ടോ. നമ്മൾ ഈ ഓഫീസിലത്തെ കാര്യമാണ് നമ്മൾ ഈ പറയണത്. നോട്ടിങ്ങൊക്കെ അതൊക്കെ ഈ നോട്ടിങ്ങൊക്കെ ടക്ക് 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 എന്ന് അപ്പം കഴിയും. എല്ലാം ഓൺലൈനിലാണ് പോക്ക്. ഓൺലൈൻ ഇപ്പം ഇന്ന് വന്നൊന്നുമല്ല, അത് ഭഗവാന്റെ സൃഷ്ടിയിലെ ഓൺലൈനാണ്. അപ്പം അങ്ങനെയുള്ള കണ്ണ്, ഞാൻ ഈ കാണുന്നത് ഈ കണ്ണാണെന്ന് വിശ്വസിക്കുന്ന ഈ പുറം കണ്ണ്, അതിൻ്റെ ഉള്ളിലൊരു അകക്കണ്ണുണ്ട്, മനസ്സ് എന്ന് പറയുന്നത്. ആ മനസ്സിൻ്റെ ഉള്ളിലൊരു കണ്ണുണ്ട്, ബുദ്ധി. ആ ബുദ്ധിക്ക് പ്രചോദനം കൊടുക്കുന്ന വേറൊരു കണ്ണുണ്ട്. ആ കണ്ണാണ് ഞാൻ, മനസ്സിലായില്ലേ? എന്നറിയുന്ന വേളയിൽ ആനന്ദമെന്തു ഹരി നാരായണായ നമഃ അല്ലേ? അതാണ് ഞാൻ അറിയുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന ആനന്ദം. എന്താന്നാ വിചാരിക്കണ എൻ്റെ രാമൻകുട്ടി? നീ അതൊന്നും അനുഭവിക്കേണ്ടതാണേ അല്ലേ? അങ്ങനൊന്നുണ്ടല്ലേ? ഇതിനിപ്പോൾ എവിടെയും പോകണ്ട, എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഈ സാധനം. എന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നേ? തൻ്റെ മണ്ടത്തരം എന്നല്ലാണ്ട് ഞാൻ എന്താ പറയാ? അവനവൻ്റെ പോക്കറ്റിലിരിക്കുന്ന സാധനം അതെടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ചെയ്യില്ല, അത് ചിലവാക്കില്ല. അവനാണ് പോക്കറ്റിൽ കിടക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ വിശന്ന് നടക്കുക. എല്ലാവരും തരണേ, എന്തെങ്കിലും തരണേ, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും കൈ ഇങ്ങനെ നീട്ടി 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 നടക്കുക. എന്നിട്ട് ഈ കാണുന്ന ലോകത്ത് നിന്ന് മുഴുവൻ കുറേശ്ശെ എന്തെങ്കിലും ഇച്ചിരി വരുന്നത് ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് നക്കിയിട്ട് ഈ നല്ല സുഖം കേട്ടോ, നല്ല സ്വാദം കേട്ടോ എന്നൊന്ന് നടക്കുക. ഇതിൻ്റെ 100 ഇരട്ടി സ്വാദുള്ളത് ഉള്ളിലിരിക്കണ സാധനം കൊടുത്താൽ മേടിക്കാം. ചെയ്യണ്ടേ? ലൈഫ് ലോങ് ബെഗറായിട്ട് കഴിയാം നമ്മൾ, ലൈഫ് ലോങ് യാചകൻ. എന്നാൽ ഉള്ളിലിരിക്കണതോ എത്രയോ വിലമതിക്കാത്ത സ്വത്ത്. ചിൽഡ്രൻ ഓഫ് ദ ഇമ്മോർട്ടൽ സെൽഫ് എന്നൊക്കെ വെറുതെ അല്ല മഹർഷിമാർ പറയുന്നത്. അമൃതസ്യ പുത്ര എന്ന് പറയുന്നത് വെറുതെ അല്ല. അതിൻ്റെ ഉടമസ്ഥന്മാരാണ് നമ്മൾ. അത് നമ്മളാണ് എന്ന് അറിയുമ്പോൾ ഉള്ളൊരു ആനന്ദം ഉണ്ടല്ലോ, അതാണ് എഴുത്തച്ഛൻ പറയുന്നത്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ ഞാൻ എന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരിനാരായണായ നമഃ. മനസ്സിലായില്ലേ? എന്നാൽ പിന്നെ എന്തിനത് ആദ്യം നമുക്ക് ഇങ്ങോട്ട് കാണിച്ചു തന്നോട്ടെ? അത് കാണിച്ചു തരില്ല. അതാണ് ഈ ഗെയിമിൻ്റെ റൂൾ. അങ്ങനെയാണ്. ഇറ്റ്സ് എ റൂൾ ഓഫ് ദ ഗെയിം. കുറച്ചൊക്കെ അനുഭവിക്കണം, കുറച്ചൊക്കെ ബുദ്ധിമുട്ടണം. പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്നാൽ കിട്ടില്ല. അപ്രമേയനാണ്, അദൃശ്യനാണ്, അഗ്രാഹ്യനാണ്.
മനസ്സിലായില്ലേ? രണ്ടാമത്തെ അർത്ഥം നമ്മൾ എടുക്കുകയാണെങ്കിൽ അനേക കണ്ണുകളോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ പോയാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലായിടത്തും ഭഗവത് സാന്നിധ്യം ഉണ്ടെന്ന് അർത്ഥം. എല്ലാ ദിക്കിലും ഭഗവത് സാന്നിധ്യം ഉണ്ട്. അതറിഞ്ഞാലും പോരെ ബ്രഹ്മസാക്ഷാത്കാരത്തിന്? ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ സാന്നിധ്യമാണ്, എല്ലാം കൃഷ്ണമയം, എല്ലാം ഗുരുവായൂരപ്പൻ എന്നുള്ള ധാരണ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദുഃഖമൊക്കെ അലിഞ്ഞു പോവില്ലേ? ഈ ദുഃഖത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഈ ദുഃഖമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ജീവിതം എന്തിനു കൊള്ളാം? എത്ര കാലം ഞങ്ങളൊരു എയർ കണ്ടീഷൻഡ് റൂമിൽ അതാത് സമയത്ത് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് അവിടെ എത്തിച്ചു തന്ന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എത്ര കാലം കഴിഞ്ഞു വിടും? ഒന്ന് പുറത്തിറങ്ങി ശുദ്ധവായുവൊന്ന് ശ്വസിക്കണ്ടേ? അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് പിന്നാമ്പുറത്തുനിന്ന് മുമ്പിൽ നിന്നൊക്കെ ഹോർൺ അടിക്കേണ്ടതൊക്കെ ഒന്ന് കേട്ട് രസിക്കണ്ടേ? എന്ന് ഇടയ്ക്കൊന്ന് കാലും കൈയൊക്കെ ഒന്ന് വഴുതി വീഴണ്ടേ? എന്നിട്ട് വന്നൊന്ന് മേലും മുഖം കാലും മുഖമൊക്കെ ഒന്ന് കഴുകണ്ടേ? ഇതൊക്കെ ചെയ്താലല്ലേ ജീവിതത്തിലൊരു രസമുള്ളൂ. ഇത് എപ്പം നോക്കിയാലും സുഖം അനുഭവിച്ചിരുന്നാൽ മതിയോ? പോരല്ലോ, ദുഃഖം അനുഭവിക്കണ്ടേ? ദുഃഖം എന്ന് പറയുന്നത് ഒരു 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 റിഫ്രഷിങ് കോഴ്സാണ്. ഇറ്റ്സ് എ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ്, ഒരു റിഫൈനിങ് പ്രോസസ്സ്, ഒരു റിഫൈനറിയാണത്. ഈ ക്രൂഡ് എണ്ണ കൊണ്ടുവന്നിട്ട് റിഫൈൻ ചെയ്തിട്ട് അതിനെ പെട്രോളിയം പ്രോഡക്ട്സ് ആക്കിയിട്ട് ഏവിയേഷൻ ടർബൈൻ, LPG, കെറോസിൻ, എന്താ പറയുക, ഡീസല്, പെട്രോള്, ഇങ്ങനെ വിവിധമായിട്ടുള്ള റിഫൈൻഡ് പ്രോഡക്ട്സ് ഓരോരോ ആൾക്കാർക്ക് വേണ്ടത്ര റിഫൈൻ ചെയ്ത് കൊടുക്കുന്നില്ലേ? കോൾട്ടാർ മുതൽ താഴ്ത്ത് കിടക്കുന്ന ഒരു വസ്തു, പെട്രോളിയം പ്രോഡക്റ്റ് മുതൽ അങ്ങേ അറ്റം വരെ ഏവിയേഷൻ ടർബൈൻ വരെ ഓരോരോ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നില്ലേ? അത് എന്തിൽ നിന്നാണ്? ക്രൂഡിൽ നിന്നാണ് കൊടുക്കണം. അതിനെ എത്ര പ്രോസസ്സ് ചെയ്യണു, എന്തൊക്കെ അനുഭവിക്കണോ, അത് ഏതൊക്കെ മിഷനിൽ കിടന്നിട്ട് വട്ടം തിരിയണു, കറങ്ങണു, ഏതൊക്കെ യന്ത്രവിജ്ഞാനിന് വട്ടം തിരിയണു, ഏതൊക്കെ ചളിക്കുണ്ടിൽ പോയി പോകണു, ഇതൊക്കെ ഒരു അനുഭവമല്ലേ? എന്തിനാ അത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണം? അതൊരു ശുദ്ധികലശല്ലേ? നല്ലതാണ് കുറച്ചൊക്കെ ദുരിതം അനുഭവിക്കുന്നത്. നമുക്ക് ദുരിതമായിട്ട് തീരുന്നത് എഴുത്തച്ഛൻ പറഞ്ഞ പോലെ അതാണ് നമ്മളതെന്ന് അറിയാത്തത് കൊണ്ടാണ്. അതാണ് നമ്മളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒരു ഡ്രാമയാണ്. എന്ത് വേഷം വേണമെങ്കിൽ ഞാൻ കെട്ടാൻ തയ്യാറാണ്. പല ദുഃഖ വിപത്തലക്കിലേ നരനൊട്ടൊന്നു മനുഷ്യനായി വരൂ എന്ന് കവി പാടിയത് വെറുതെയല്ല. പല ദുഃഖ വിപത്തലക്കിലേ നരനൊട്ടൊന്നു മനുഷ്യനായി വരൂ. പല ദുഃഖങ്ങളും ഇട്ട് നമ്മളെ അലയ്ക്കും. ഇടുന്ന് അലക്കല്ല, അലക്കും. അലക്ക് കല്ലുമിൽ തുണി അലക്കണ പോലെ ഇട്ട് അങ്ങോട്ട് ഇട്ട് കൊടയും. അങ്ങനെ പല ദുഃഖ വിപത്തലക്കിലേ, ആ വിപത്തിനോട് നമ്മളിങ്ങനെ കിടന്ന് അലയണം. അപ്പോളേ നരനൊട്ടൊന്നു മനുഷ്യനായി വരൂ. ഒരു വെറും കാർബൺ പീസ് എങ്ങനെയാണ് ഡയമണ്ടായി മാറുന്നത്? യു പോളിഷ് എ പെബിൾ അല്ലേ? ഒരു കറുത്ത കരിക്കഷ്ണത്തിനെ അല്ലേ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഡയമണ്ട് ആക്കണത്? ആലോചിച്ച് നോക്കൂ. റിഫൈനറി അല്ലേ? എന്തൊരു റിഫൈനറിയാണ് നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന റിഫൈൻമെൻറ്റ്. എന്തെല്ലാം അവസരം തരുന്നു നമുക്ക് ഭഗവാൻ, എന്തെല്ലാം രീതിയിൽ നമുക്ക് ഉന്നമനത്തിന് നമ്മളെ ഉയരാനായിട്ട് ഭഗവാൻ അനുവാദിക്കണു. കോണി വെച്ച് തരുന്നു. അതൊക്കെ തട്ടി തെറിപ്പിച്ച് എന്ത് കോണി, ഏത് കോണി, എവിടുത്തെ കോണി? ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോളാം, നിങ്ങളുടെ കോണി ഏണിയൊന്നും എനിക്ക് വേണ്ട. എന്തൊരു വിഡിതരം നമ്മൾ കാണിച്ചു കൊടുക്കണമല്ലേ? ചിലപ്പോൾ ആലോചിച്ചാൽ അന്തം കിട്ടില്ല. ആലോചിച്ചാൽ ഒരന്തം കിട്ടില്ല, ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തമില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ സ്ഥിതി. അപ്പോൾ അതാണ് മഹാക്ഷ. മഹാക്ഷ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഐ ഉള്ളവൻ, മഹത്തായ കണ്ണുകളുള്ളവൻ, അല്ലെങ്കിൽ അനേക കണ്ണുകളുള്ളവൻ, എല്ലാ ദിക്കിലും സർവദർശന നോട്ടായിട്ട് എത്തുന്നവൻ, പ്രത്യേകമായിട്ടുള്ള കണ്ണുള്ളവൻ. സാധാരണ മാംസ ചക്ഷുസല്ല, നോട്ട് ദി ഐസ് വിത്ത് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. അതിൻ്റെ പിന്നിൽ നോട്ട് ദി ഓഫ്തോമെറ്റിക്കൽ ഐ, കണ്ണാസ്പത്രിയിൽക്കാരുടെ കണ്ണല്ല. അതിൻ്റെ പിന്നിലൊരു കണ്ണുണ്ട്, മനസ്സ്. ആ മനസ്സിനൊരു കണ്ണുണ്ട്, ബുദ്ധി. ആ ബുദ്ധിക്കൊരു കണ്ണുണ്ട്. ആ കണ്ണാണ് ഞാൻ. ദാറ്റ് ഈസ് യുവർ സെൽഫ്. മനസ്സിലായില്ലേ?
ആ അളവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആനന്ദം അല്ലാണ്ട് എന്താ ഉണ്ടാവുക? ദാറ്റ് ഈസ് റിഫൈൻമെൻറ്റ്. ദാറ്റ് ഈസ് വേർ യു ബിക്കം ഫ്രം നര ടു മനുഷ്യ. ഹ്യൂമൻ ബീയിങ് ആവുന്നതും ബീയിങ് ഹ്യൂമൻ ആവുന്നതും വളരെ വളരെ വ്യത്യാസമില്ലേ? അപ്പോൾ ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമ്മൾ ജനിച്ചാൽ ഈ യാതനകളൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മൾ ബീയിങ് ഹ്യൂമൻ ആവുന്നത്. അപ്പോൾ അതൊരു റിഫൈനിങ് പ്രോസസ്സാണ് ഭഗവാൻ. ഇറ്റ്സ് എ നാച്ചുറൽ റിഫൈൻമെൻറ്റ്. അത് നമ്മൾ അറിഞ്ഞിട്ട് ചെയ്താൽ നമുക്ക് അല്ല അറിയാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറഞ്ഞാൽ ചളിക്കുഴി, ചളിക്കുഴി ഇങ്ങനെ മാറി മാറി പോവാം. അറിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് ജീവിതം കൊണ്ടുപോകാം. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വലിച്ച് ഈ കൈരക്ഷക്കാരങ്ങനെ വലിക്കണ പോലെ കയറ്റി വലിച്ചു കൊണ്ടുപോകാം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഹൗ ആർ യു, ഹൗ ഈസ് ലൈഫ് എന്ന് ചോദിച്ചാൽ പുള്ളിങ് ഓൺ. പണ്ടത്തെ രണ്ട് കൈയും എടുത്ത് വലിച്ചിട്ടൊരു രക്ഷ ഉണ്ടായിരുന്നു. നമ്മളതിൽ കയറിയിരിക്കും, അത് നമ്മളങ്ങോട്ട് പൊക്കും, എന്നിട്ട് അവനാണ് വലിക്കുക. കയറ്റം ഇറക്കമൊക്കെ പാവം അവനാണ് ചെയ്യുക. ഈ പുള്ളിങ് എ റിക്ഷ ആണ്. റിക്ഷ പുള്ളർ എന്നൊക്കെ ചില ചെറുപ്പ സ്കൂളിലൊക്കെ നമ്മൾ എസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, റിക്ഷ പുള്ളർ. അപ്പോൾ അതാണ് ഹൗസ് ലൈഫ് എന്ന് ചോദിച്ചാൽ പുള്ളിങ് ഓൺ. അങ്ങനെ പുള്ളിങ് ഓൺ പോരാ ലൈഫ്. ലൈഫ് ഈസ് ടു എൻജോയ്, ലൈഫ് ഈസ് ടു സെലിബ്രേറ്റ്. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ. എന്താ സെലിബ്രേഷൻ അല്ലാത്ത? എന്തുകൊണ്ടാണ് നമുക്ക് സെലിബ്രേഷൻ അല്ലാത്ത? എന്തിൻ്റെ കുറവാണ് നമുക്കുള്ളത്? എന്ത് വേണമെങ്കിലും അവിടെ കുന്നംകുളത്ത് അപ്പുറത്ത് പോയാൽ കിട്ടും ചോദിച്ചാൽ. സൂപ്പർ ബസാറായിരിക്കണം അവിടെ. പിന്നെ എന്ത് വേണം നമുക്ക് എന്തിൻ്റെ കുറവാ? ആലോചിക്കൂ. അപ്പോൾ നമുക്കിവിടെ നിർത്താം. കടങ്കഥ മറക്കരുത്. അടുത്ത നാമം നമുക്ക് നാളെ നോക്കാം. അതുവരെ ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനേ രക്ഷിക്കണേ.